ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. തൂത്തുക്കുടിയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നൊരു സാധനം എന്ന് പറയുന്നത് ഉപ്പാണ്. എല്ലാ സ്ഥലത്തും ഉപ്പ്. തൂത്തുക്കുടി ടൗൺ ഭാഗങ്ങളിൽ മുഴുവൻ കാണുന്നത് ഉപ്പിൻ്റെ പാടങ്ങളാണ്, ഉപ്പ് പാടങ്ങളാണ്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഇല്ല, കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുമില്ല, ഇല്ല അവിടെ. പക്ഷേ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൾ മുഴുവൻ വരുന്നത് ഈ തൂത്തുക്കുടി ഭാഗത്തു നിന്നാണ്. അപ്പോൾ അവിടെ ഈ ഉപ്പിൻ്റെ പാടങ്ങളാണ് പുറകെ കാണുന്നത്, കണ്ടോ? ഈ കാണുന്ന മുഴുവൻ ഉപ്പിൻ്റെ പാടങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം ഇവിടുത്തെ പണിക്കാരെടുത്ത്, അവർ നമുക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന മുഴുവൻ ഉപ്പ് പാടങ്ങളാണ്, കണ്ടോ? ഈ കിടക്കുന്ന മുഴുവൻ ഉപ്പാണ്. ഉപ്പിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇതുപോലെ തന്നെ ഒരുപാട് ഏക്കർ കണക്കിന് ഉപ്പുപാടങ്ങൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഫാക്ടറിയിലേക്ക് നമുക്ക് പോയിട്ടില്ല, പക്ഷേ എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രോസസ്സിങ്, എങ്ങനെയാണ് ഉപ്പ് ഉണ്ടായി വരുന്നത്, ഇതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ കൂട്ടുകാരെ, നല്ല വെയിലാണ് കേട്ടോ ഇവിടെ. വെയിലെന്ന് പറഞ്ഞാൽ പോരാ, അസഹനീയമായ വെയിലാണ്. അപ്പോൾ ഈ ഉപ്പുണ്ടാക്കാനായിട്ട് വെയിലൊരു അനിവാര്യ ഘടകം തന്നെയാണ്. കാരണം പറഞ്ഞാൽ ഈ ഉപ്പുവെള്ളം കട്ട പിടിച്ച് ഉപ്പായി മാറാനായിട്ട് നല്ല വെയിൽ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൂത്തുക്കുടി എന്ന് പറയുന്നത് ഈ ഉപ്പുണ്ടാക്കാൻ പറ്റിയൊരു അതിന് പറ്റിയ എല്ലാ സാഹചര്യങ്ങളും ചേർന്നൊരു സ്ഥലമാണെന്ന് പറയാം. കാരണം നല്ല വെയിലുണ്ട്, അതുപോലെ തന്നെ ഉപ്പ് വെള്ളത്തിൻ്റെ ലഭ്യതയുണ്ട് കറക്റ്റായിട്ട് അവർക്ക്. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ഈ ഉപ്പുണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് കടലിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കളങ്ങളിൽ നിറച്ച് അങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ തന്നെ ബോറടിച്ചിട്ടുണ്ട് അവർ. ബോറിൽ നിന്ന് കിട്ടുന്ന വെള്ളം ഈ കളങ്ങളിലേക്ക് നിറയ്ക്കുകയാണ് അവർ, പാടങ്ങളിലേക്ക് നിറച്ച് ആണ് ഇതിനെ അവർ ഇതാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ കളങ്ങളെന്ന് പറയുമ്പോൾ അതിൽ രണ്ട് കളങ്ങളാണ് ഉള്ളത്. ഒന്ന് ആൺകളം, രണ്ട് പെൺകളം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ആൺകളത്തിൽ ഇവർ ഒരു 5 ദിവസം ഈ വെള്ളം ഇട്ടേക്കും. അതിനുശേഷം 5 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ അതിനെ അടുത്ത കളത്തിലേക്ക് മാറ്റും. അതാണ് പെൺകളം. ഈ പെൺകളത്തിൽ നിന്നാണ് അവർ ഉപ്പിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. എന്ന് വെച്ചാൽ 5 ദിവസം അവിടെ കിടന്ന് ആ വെള്ളം ആൺകളത്തിൽ കിടന്ന് ഒരുവിധം കട്ടിയായതിന് ശേഷം അടുത്ത കളമായ പെൺകളത്തിലേക്ക് മാറ്റും. അവിടെ നിന്ന് പൊന്തി വരുന്ന ഉപ്പിനെ അവർ മെല്ലെ മെല്ലെ സൈഡിലേക്ക് വലിച്ച് എടുത്ത് സൈഡിലെ ഈ പാടത്തിൻ്റെ വരമ്പുണ്ടല്ലോ, ആ വരമ്പിലേക്ക് കൂട്ടി വയ്ക്കും. ഫില്ലായി കഴിയുമ്പോൾ അവരവരുടെ ഗോഡൗൺ പോലെയുള്ള ചെറിയ ഓല ഷെഡുകളാണ് മുഴുവനായിട്ട്. ഗോഡൗൺ എന്ന് പറയാനൊന്നുമില്ല, ഓല ഷെഡുകളാണ്. ഓല ഷെഡുകളിലേക്ക് അവർ മാറ്റും. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം കണ്ട സ്ഥലം എന്ന് പറയുന്നത്, ഈ ഉപ്പെന്ന് പറയുന്നത് ഈ ഐസ് പ്ലാന്റുകളുണ്ടല്ലോ, ഐസ് പ്ലാന്റിലേക്ക് കൊണ്ടുപോകണതാണ്. പ്രത്യേകിച്ച് പ്രോസസ്സിംഗ് ഒന്നുമില്ല. ഇവിടുന്ന് ഡയറക്റ്റ് അവർ ചാക്കിലേക്ക് ആക്കുന്നു, അവിടുന്ന് ലോഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യണത്. ഇനി നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപ്പുകളെന്ന് പറയുമ്പോൾ അവർ ഇവിടുന്ന് കൊണ്ടുപോയി അത് ഫാക്ടറിയിൽ കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്ത് അയഡിൻ്റെ അംശമൊക്കെ ചേർക്കേണ്ടതാണ്. അയഡിൻ്റെ അതൊക്കെ ചേർത്ത് നല്ല വെൽ പാക്കഡ് ആക്കിയിട്ടാണ് ഡെലിവറി ചെയ്യണത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 കിലോ ചാക്കിലാക്കി ലോഡ് കയറ്റി വിടുകയാണ് അവർ. അപ്പോൾ
അപ്പോൾ അത് കൊണ്ടുപോയി ഐസ് പ്ലാന്റിൽ ഐസ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവത്തിന് വേണ്ടി പോകണം. അപ്പോൾ അത് വലിയ ഹൈജീനിക്കൊന്നുമല്ല, സിമ്പിളായിട്ട് അവർ ഡയറക്റ്റ് മാതിരി കയറ്റി വിടുന്നു. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആൺകളം എന്ന് പറയുന്നത്. ഈ ആൺകളം എന്ന് പറയുന്നത് ഇതിൽ ഉപ്പ് ഇല്ല. നമ്മൾ ശരിക്കും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പാടം വെള്ളം നിറച്ചിട്ടിരിക്കുന്ന പോലെ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ തന്നെ കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ നെൽകൃഷിക്ക് വേണ്ടിയിട്ട് വെള്ളം നിറച്ചിട്ടിരിക്കുന്ന പാടങ്ങൾ പോലെ തോന്നുന്നുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊരു 5 ദിവസം ഇവിടെ കിടന്ന് വെയിൽ കൊണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇവരിതിനെ പൊട്ടിച്ചിട്ട് ഈ വെള്ളം ഇവർ മെല്ലെ തൊട്ടടുത്തുള്ള പെൺകളത്തിലേക്ക് വിടുന്നത്. പെൺകളത്തിൽ ചെല്ലുന്നവർ അവിടെ കിടന്നിട്ട് ഒരു 5 ദിവസം കഴിയുമ്പോഴേക്കും ഉപ്പ് അടിയിൽ ഇങ്ങനെ നമുക്കതിനെ കാണാൻ പറ്റും. ഇത് വാരിയിട്ടിരിക്കുന്ന ഒരു ഉപ്പ് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഉപ്പ് മെല്ലെ അതിൻ്റെ ഇത് ആദ്യ ഘട്ടം എന്ന് പറഞ്ഞ പോലെ മെല്ലെ മെല്ലെ രൂപപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ രൂപപ്പെട്ട് കഴിയുമ്പോൾ അവർ അതിനെ ഒരു തൂമ്പ് പോലത്തെ സാധനം കൊണ്ട് വലിച്ച് സൈഡിൽ കൂട്ടിയിടും. അവിടെ കിടന്ന് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം അവർ ഇതേപോലെയുള്ള ഓല ഷെട്ടുകളാണ് അവിടേക്കൊക്കെ അവർ മാറ്റും. ഇതാണ് അവിടുത്തെ ഉപ്പിൻ്റെ പ്രോസസ്സിങ് എന്ന് പറയുന്നത്, സ്റ്റാർട്ടിങ് കേട്ടോ. ബാക്കിയൊക്കെ ഫാക്ടറി ചെന്നിട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ കൂടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു സൂപ്പർവൈസർ ആ ചേട്ടനുണ്ട്. അപ്പോൾ ചേട്ടനോട് നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് അതിൻ്റെ സംഭവങ്ങളെന്ന്. சொல்லுங்கண்ணா எப்படி இது? அதாவது போரில் வந்து 8 டிகிரி இருக்கும். அதை வந்து ஆண்பாத்தியில் முத தொட்டானில் விடுவாங்க. அதே மாதிரி ஒரு 6 ஸ்டேஜ் கடந்து வரும்போது ஒரு 7 டேஸ்க்குள்ளே 22, 23 வந்துடும் ആൺപാത്തി കടീശിയിൽ. ഓക്കെ, ഇതിപ്പോൾ പറഞ്ഞു വെച്ചാൽ ആദ്യമേ ഇവർ ഈ ഉപ്പുവെള്ളം ഇടുന്ന സ്ഥലത്തിൻ്റെ പേര് ആൺപാത്തി എന്ന് പറയും. ആൺപാത്തി. അവിടെ ഏകദേശം ഒരു 7 ദിവസം ഇത് കിടക്കുമ്പോൾ ഇവർ ഹൈഡ്രോമീറ്റർ വെച്ച് നോക്കും. അവർ നോക്കിക്കഴിയുമ്പോൾ ആദ്യമേ ബോറിൽ നിന്ന് ഇവർ വെള്ളം ഇതിലേക്ക് പമ്പ് ചെയ്യുന്ന സമയത്ത് 8 ഡിഗ്രി ഉണ്ടാവുള്ളൂ. ഇത് ഏറ്റവും അവസാനം ഈ ആൺപാത്തി കിടന്ന് ഇത് ഏകദേശം 22 ഡിഗ്രി ആയി കഴിയുമ്പോൾ ഇവർ പെൺപാത്തിക്ക് ചേഞ്ച് ചെയ്യും. പെൺപാത്തി എന്ന് പറഞ്ഞാൽ അടുത്ത കളത്തിലേക്ക് ഇവർ ചേഞ്ച് ആക്കിയിടും ഇതിനെ. അതിനുശേഷം പെൺപാത്തിയിൽ എவ்வளோ നാൾ കിടപ്പാங்க? பெண்பாத்தியில் வந்து ஒரு 10 நாள் கரெக்டாக. 10 நாள். ஆமாம், 8 to 10 நாள். அந்த 10 நாள் போட்டு முடித்தோடனே கரெக்டாக உப்பு தன்னாலே விழுந்துடும். நாங்கள் வந்து இந்த கோட்டு பலகை இருக்குங்களா, இந்த பலகையை வச்சு போடுவோம். கோட்டு பலகை போட உருளும். கோட்டு பலகை போட அந்த உப்பு உருண்ட உடனே 10 நாள் கழித்து அப்படி வர ஆரம்பிச்சிடும். அப்படி ஸ்டேஜ் பை ஸ்டேஜ் ஒரு நாளைக்கு 5 பாத்தி கணக்கு பண்ணி அப்படி வரும். அதாவது ஒரு நாளைக்கு வந்து ஒரு 100 மூடை உப்பு ஒரு ஆள் வரணும். அந்த மாதிரி கணக்கு பண்ணி போயிட்டு இருக்கும். ഒരു 50 മൂട. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവർ പറയണത് അത് കഴിഞ്ഞിട്ട് 22 ഡിഗ്രി ആയതിനു ശേഷം പെൺപാത്തിയിലേക്ക് ഇവർ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അടിയിൽ ഉപ്പ് ഇങ്ങനെ കട്ട പിടിക്കാൻ തുടങ്ങും. ഒരു പാളി പോലെ ഉപ്പ് ഇങ്ങനെ ഇതായിടും. അതിനുശേഷം ഇവരെന്ന് വെച്ചാൽ അടിക്കടി ഇളക്കിക്കൊണ്ടിരിക്കും. ഇത് ഒരു ഇരുമ്പിൻ്റെ നമ്മൾ പല്ലുള്ള ഒരു നീട്ടത്തിലുള്ള നമ്മൾ 15 പല്ല് പോലെയുള്ള ഒരു തൂമ്പ് പോലത്തെ സാധനം കൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ വലിച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ
ഈ സാധനം പൊടിഞ്ഞ് വെള്ളത്തിൽ തന്നെ കിടന്ന് ഉരുണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആ പാളിനെ പൊട്ടിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ശരിക്കും പാളിനെ പൊട്ടിച്ച് ഇങ്ങനെ പൊടികളാക്കി അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു 10 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഉപ്പ് കറക്റ്റായിട്ട് ഇങ്ങനെ അതിൻ്റെ അടിയിൽ കിടക്കും. അതിന് അവർ വേറെ പലക പോലത്തെ ഒരു സാധനമുണ്ട്. ഇതുപോലെ തന്നെ പലകയുടെ ഒരു 10-15 പല്ലുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഇവർ വാരി അതിനെ സൈഡിൽ കൊണ്ടുവന്ന് സൈഡിലത്തെ വരമ്പിൽ വയ്ക്കും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. അപ്പോൾ ഇത് പല ക്വാളിറ്റിയിൽ ഇവർ ചെയ്യുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ഈ അവസാനം വന്ന പാടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്യുവർ ഉപ്പാണ്. നമ്മൾ ആദ്യമേ കണ്ട സ്ഥലത്ത് കുറച്ച് കളറ് കുറവാണ്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്യുവർ, നല്ല കളറിൽ നല്ല സ്റ്റാൻഡേർഡ് ഉപ്പാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് കാര്യം. പിന്നെ ഓടിയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മെയിൻ ഘടകം, ഉപ്പുണ്ടാവാനായിട്ട് മെയിൻ ഘടകം വെയിലും കാറ്റുമാണ്. ഈ രണ്ടുമാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഈ വെയിലും കാറ്റും കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കും. അപ്പോൾ അത് കാരണം ഓടിയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. വേറെ രക്ഷയില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കഴിക്കുന്ന ഉപ്പ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിൻ്റെ ആദ്യ പ്രോസസ്സിങ്ങും ഘട്ടങ്ങളും ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ പ്രോസസ്സെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പാക്ക് ചെയ്യുക, അതിനെ സ്പ്രിങ്കിൾ അങ്ങനെയുള്ള പല കമ്പനികളുണ്ടല്ലോ, അവർ അയഡിൻ ചേർത്ത് പല രീതിയിൽ അവർ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നു. അത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടികൾ. ഇതൊക്കെയാണ് എൻ്റെ കാര്യം. കണ്ടാൽ നിസ്സാരമാണെങ്കിലും ഇവർ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നൊരു നല്ല വെയിലിൽ ഒരു സംഭവം തന്നെയാണത്. നല്ല വെയിലാണ് ഇവിടെ, കാറ്റുണ്ട്. അതുകൊണ്ട് വെയിലിൻ്റെ ചൂട് അത്ര അറിയണില്ല, എന്നാലും നല്ല കാറ്റും ചൂടും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഉപ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഉപ്പ് എന്ന് പറയുന്ന സംഭവം നമ്മൾ 10 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് 1 കിലോ ഒക്കെ വാങ്ങുന്നവരായിരിക്കും. പക്ഷേ അതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു പ്രോസസ്സിങ് നടക്കുക. അതിന് ശേഷമാണ് നമ്മുടെ കയ്യിലേക്ക് ഇത് എത്തിപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ പുറകെ കാണുന്നത് നമ്മൾ രണ്ടാമത് കണ്ട പാടത്തിലെ ഉപ്പ് അവർ പാക്കറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഉപ്പാണ്, കല്ലുപ്പാണ്, പൊടിയുപ്പല്ല, കല്ലുപ്പാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്കിവിടെ എത്തിപ്പെടാനും ഇതെടുക്കാനും സാധിച്ചതിൽ വളരെ സർവേശ്വരന് വളരെ നന്ദി പറയുകയാണ്. ഞാൻ എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല, പക്ഷേ കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റി. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോകളൊക്കെ ഒരുപാട് പേര് നമ്മളെ കാണുന്നുണ്ട്, നമുക്ക് കമൻറ്റുകൾ അയക്കുന്നുണ്ട്, നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിലെല്ലാം വളരെയധികം സന്തോഷമുണ്ട്. ഇതുപോലെ ഒരു 25 വീഡിയോ ഇട്ടപ്പോഴേക്കും നമുക്ക് ഏകദേശം 800ഓളം സബ്സ്ക്രൈബർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ വിരൽത്തുമ്പിലാണ്. നിങ്ങൾ അമർത്തുന്ന ഓരോ ലൈക്കും ഓരോ സബ്സ്ക്രൈബുമാണ് നമുക്കുള്ള ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്. അതാണ് നമ്മളെ ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾ എടുക്കാണ്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം. അതുവരേക്കും വിട പറയുന്നു. സ്നേഹത്തോടെ ഞാൻ രാജേഷ് മാത്യു. ഈ വീഡിയോയിൽ എന്നെ കാണിക്കുമോ എന്ന് ചോദിച്ചു. ആ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ വാക്ക് പാലിക്കുന്നു.